അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഞാനൊരു വീഡിയോ കണ്ടു. പടച്ചോനെ, അത് കണ്ട സമയത്ത് വലിയ അത്ഭുതവും സന്തോഷവും തോന്നി. ഒരു മകൻ തൻ്റെ ഉമ്മയെ തോളിൽ ചേർത്ത് പിടിച്ചിട്ട് അറഫയുടെ മുകളിലേക്ക് ആ ഒരു ജബലുർ റഹ്മയിലേക്ക് കയറിപ്പോകുന്നൊരു രംഗം. പരിശുദ്ധ ഹജ്ജിന് 20 ലക്ഷത്തോളം ഹാജിമാരാ പങ്കെടുത്തത്. നല്ല കനത്ത ചൂടുള്ളൊരു സമയം. ഓരോ മനുഷ്യനും നഫ്സി നഫ്സി എന്ന രീതിയിൽ എങ്ങനെയാണോ മഹ്ശറയിൽ നടക്കുക അതേ അവസ്ഥയിലായിരുന്നു അറഫയിൽ ഉണ്ടായിരുന്നത്. അത്രയും വലിയ ചൂട്. നിരവധി ആളുകൾ ജംറകളിൽ കല്ലെറിയാൻ പോയിട്ടൊക്കെ തളർന്നു വീണ് അവരെയൊക്കെ KMCC രക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിചരണങ്ങൾ കൊടുക്കുന്ന ഫോട്ടോസുകൾ ചിത്രങ്ങളൊക്കെ ഉള്ളൊരു സമയം. ആ സമയത്താണ് അറഫ മൈതാനിയിൽ നിന്ന് മാധ്യമങ്ങൾ, അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടൊരു ചിത്രം. ഒരു മകൻ തൻ്റെ ഉമ്മയെ ഒരു ഭാണ്ഡക്കെട്ടിലാക്കിയതുപോലെ പുറത്തിരുത്തിയിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് മകൻ കൊടുക്കുന്നൊരു സഹായം ഉണ്ടല്ലോ, ഒരു പക്ഷേ ഒരാൾ പോലും ചെയ്യാത്തൊരു കാര്യം. കാരണം ആ സമയത്ത് നമുക്കൊരു ചെറിയ കുട്ടിയെപ്പോലും എടുത്തിട്ട് ഒരു മലമുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണ്. പക്ഷേ ഒരു ഉമ്മ ജീവനുള്ള സമയത്ത്, അവൻ്റെ ഒരു ജീവൻ തുടിക്കുന്നൊരു സമയത്ത് 10 മാസം എത്രത്തോളം പ്രയാസത്തോടു കൂടി ആ ഉമ്മ വഹിനൻ അലാ വഹിനിൻ, ഖുർആനിൽ പറഞ്ഞൊരു പ്രയോഗം അങ്ങനെയാണ്. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമായിട്ട് ആ ഉമ്മ മകനെ നോക്കിയതുപോലെ ഇന്ന് ഈ മകൻ ഉമ്മയെ നോക്കുന്നൊരു രംഗം. ഇതേ മകൻ തന്നെ തവാഫ് ചെയ്യുന്നൊരു സമയത്തും അവിടുത്തെ തവാഫ് ചെയ്യുമ്പോഴും ആ തവാഫിൻ്റെ വേദിയിലും ഈ മകൻ ഉമ്മനെങ്ങനെ കൊണ്ടുവരുന്നു. എന്തായാലും ഈ ഹജ്ജിൻ്റെ ഓരോ സീസണിലും ഇതുപോലെയുള്ള അത്ഭുതകരമായ, നമുക്ക് വലിയ ആവേശമുണ്ടാക്കുന്ന, ഈമാനികമായിട്ട് നമ്മൾ ഉണർവുണ്ടാക്കുന്ന ഒരുപാട് കാഴ്ചകളും കാണാം. അതോടൊപ്പം വളരെയധികം വൃത്തികെട്ട ഒരു ഫോട്ടോസ് ഹജ്ജിൻ്റെ പേരിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അത് വലിയ സങ്കടം തോന്നിയത് പല മുസ്ലിം ആശയങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളിലും വളരെ ആധികാരികമായിട്ടാണ് ആ ഫോട്ടോസ് പുറത്തുവിട്ടത്. അതായത് ഇപ്പോൾ ഈ ഒരു ഹജ്ജിൻ്റെ സമയത്ത് കനത്ത ചൂടാണ്. ആ ചൂടത്ത് 300ഓളം ആളുകൾ മരണപ്പെട്ടു എന്നും ആ മരണപ്പെട്ട ആളുകളുടെ മയ്യത്തുകൾ ഇങ്ങനെ അറഫ മൈതാനിയിൽ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ട് അവിടെ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു ഫോട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ അറഫ മൈതാനിയിൽ അങ്ങനെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമാണ്. എണ്ണൊന്നും എനിക്കറിയില്ല, ഒഫീഷ്യലി അവർ പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ചിട്ട് അറഫയിലേക്ക് പോകുമ്പോൾ ഒരാൾ യൂസുഫ് എന്ന പേരുള്ള ഒരാൾ മരണപ്പെട്ടിരുന്നു. പിന്നെ അറഫ മൈതാനിയിൽ കണ്ണൂരുള്ള ഒരു ഉമ്മ സുബൈദ എന്ന് അങ്ങനെ എന്തോട്ടാണ് പേര്, അവർ മരണപ്പെട്ടിരുന്നു. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഒരു 10,000-ഓളം ആളുകൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തി പോലുമല്ല. അപ്പോൾ ഇവിടെ ഈ മരണപ്പെട്ട ആളുകൾ ഹജ്ജിൻ്റെ സമയത്ത് ഒന്നിച്ച് മരണപ്പെട്ടിട്ട് ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ടാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഫോട്ടോസ് വ്യാപകമായിട്ട് പ്രചരിച്ചത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ളൊരു ഫോട്ടോസ് വന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്നവരൊന്ന് പങ്കുവെക്കണേ. അത് തികച്ച വ്യാജമാണ്, ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അറഫയിൽ അങ്ങനെ വന്നിട്ട് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മുഖം ഒരിക്കലും മറക്കില്ല. അവരെ കഫംപുടയിലിടുമ്പോൾ അവരെ മുഖം മറക്കില്ല. ആരോ AI വെച്ചുണ്ടാക്കിയ ഒരു ഫോട്ടോസാണ്. അതാണ് വ്യാപകമായിട്ട് മുസ്ലിം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഏതായാലും ഹജ്ജ് വളരെ സന്തോഷകരമായിട്ട് പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ജംറകളിലൊക്കെ കല്ലെറിയാൻ പോകുന്നിടത്തൊക്കെ ഗംഭീര തിരക്കും ചൂടും വലിയ പ്രയാസമുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന പലരും പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വിളിച്ച കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഹജ്ജിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരെല്ലാവരും സുരക്ഷിതരാണ്, റാഹത്താണ്, ഹജ്ജൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ അവരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാം. അള്ളാഹു നമുക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹജ്ജിൻ്റെ ആ ഒരു വേദി എന്ന് പറഞ്ഞാൽ അത്രയും ലക്ഷക്കണക്കിന് 20 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ കനത്ത ചൂടും നമുക്ക് എന്തായാലും പ്രയാസം തന്നെയാണ്. മഹ്ശറയിൽ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു അതേ പ്രയാസം അവിടെ നമ്മൾ അതിനൊരു ചെറിയൊരു അംശം നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം അറഫയിൽ നിന്ന് നേരെ വന്നു നമ്മൾ മുസ്ദലിഫയിൽ രാപ്പാർത്ത്. മുസ്ദലിഫയിൽ മാത്രമാണ് പണക്കാരനെന്നോ പാവങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ നിൽക്കേണ്ടി വരിക. അപ്പോൾ അറഫയിലാണെങ്കിൽ വലിയ കോടീശ്വരനാണെങ്കിൽ അവരെടുത്ത VIP ഇത് ഉപയോഗിച്ചിട്ടാണ് അവർ വരുന്നതെങ്കിൽ അവർക്ക് നല്ല മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അറഫ മൈതാനിയിൽ കിട്ടും. അവരൊരിക്കലും വെയിൽ കൊള്ളേണ്ട ഒരു സാഹചര്യം പോലും ഇല്ല. ഇനി മിനയിലേക്ക് പോയാലും അവിടെ അങ്ങനെ തന്നെയാണ്. മിനയിൽ പോയാലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ കൊടുത്ത കാശിനനുസരിച്ച് കിട്ടും. പക്ഷേ മുസ്ദലിഫയിൽ ചെന്നാൽ, മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നൊരു ദിവസം കോടീശ്വരനാണോ പാവപ്പെട്ടവനാണോ, നിങ്ങളെങ്ങനെ ലക്ഷറി സൗകര്യത്തിൽ ഹജ്ജിന് വന്നവരാണെങ്കിലും ആ ഒരു ആകാശം മേൽക്കൂരയാക്കിയിട്ട് നമ്മൾ കിടക്കേണ്ടി വരും. അതവിടെ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ഭരണാധികാരി കിടക്കുന്നൊരു രംഗം ഞാൻ ഫോട്ടോസിൽ കണ്ടു. അങ്ങനെ കിടക്കേണ്ടി വരും. അവിടെ യാതൊരു വ്യത്യാസമില്ല. ആ മുസ്ദലിഫയിൽ നിന്ന് പിന്നീട് നമ്മൾ കല്ലുകൾ പെറുക്കിയിട്ടാണ് നമ്മൾ ജംറത്തുൽ അഖബയിലേക്ക് നമ്മൾ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് കല്ലെറിയുന്നത്.
ആ കല്ലെറിയുന്നത് ഞാനൊരു വീഡിയോ കണ്ടു. നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം വസീം അക്രം ഈ മറ്റേ ക്രിക്കറ്റിൽ എങ്ങനെയാണോ ബോൾ എറിയുന്നത്, നമ്മുടെ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നാണ് മൂപ്പര് അറിയപ്പെടുക, അത് ആ രീതിയിലൊക്കെയാണ് മൂപ്പര് കല്ലെറിയുന്നത്. പലപ്പോഴും ഈ പാകിസ്ഥാനികൾ, മധ്യേഷ്യൻ രാജ്യങ്ങളിലെ ആളുകളൊക്കെ ഒരു തരം ഹുറുമത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ കല്ലെറിയുന്നതാണ്. ചെരുപ്പ് എറിയുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെരുപ്പൊന്നും അറിയാൻ പറ്റില്ല, അതൊരു മതപരമായ ഒരു ആചാരമാണ്. അവിടെ പിശാചിൻ്റെ പ്രതീകത്തിൽ നമ്മൾ കല്ലെറിയുക എന്നുള്ളത് അത് എന്തിനാന്ന് വെച്ചാൽ റസൂൽ അത് എറിയണം എന്നുള്ള റസൂലെല്ലാം പറഞ്ഞാൽ പിന്നെ അവിടെ എറിയന്നെ. അത് അവിടെ പിശാചുണ്ടോ, പിശാച് നമ്മുടെ ഉള്ളിലല്ലേ, ഇതൊക്കെ പ്രതീകങ്ങളാണ്. ഹജ്ജിൻ്റെ ഓരോ ആരാധനകളും അതിൽ ബലി നൽകുന്നതാവട്ടെ എല്ലാം പ്രതീകങ്ങളാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് അവിടുന്ന് ബലിയർത്തത്. ആ ബലിമാംസം മുഴുവനും അറക്കുന്ന നമ്മളവിടെ ലിസ്റ്റ് കൊടുത്തു, കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അറക്കുന്നു. ആ ബലിമാംസം മുഴുവനും വിദേശ രാജ്യങ്ങളിലെ പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ, അവിടെ മതജാതി വ്യത്യാസമില്ലാതെ ആളുകളൊക്കെ അത് കഴിക്കും. അവിടെ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ പറഞ്ഞത് നമ്മൾ ബീഫൊക്കെ തിന്നുകയാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മത്സരിച്ചിട്ട് പള്ളിയിലൊക്കെ ബലിമാംസങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്ര പോത്തുണ്ട്, ഞങ്ങൾക്ക് 20 പോത്തുണ്ട്, അങ്ങനെ ഇതൊരു ഹജ്ജിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അനുഭൂതി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ ഹജ്ജിനൊക്കെ സുരക്ഷിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ട് ഈ ഹജ്ജിന് പോയിട്ട് ഇതുവരെ ഒരു 15ഓളം മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ ഹജ്ജ് തുടങ്ങിയിട്ട് മരണപ്പെട്ട ആളുകൾ വെറും 2 ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ മക്കത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ മദീനയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ റൗള ഷരീഫിലേക്ക് സിയാറത്തിന് പോയപ്പോഴൊക്കെയാണ് അവർ മരണപ്പെട്ടത്. അങ്ങനെ 15ഓളം ആളുകൾ. ഞാൻ എൻ്റെ ഒഫീഷ്യൽ പൂർണ്ണമായ കണക്കുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പിന്നെ കനത്ത ചൂടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പല പ്രയാസങ്ങളും, കാലിൻ്റെ പ്രയാസങ്ങൾ, അസുഖങ്ങൾ. കാരണം കുറേയേറെ നടക്കാനുണ്ട്. നടന്ന് തീരെ നടക്കാത്ത ആളുകളൊക്കെ വലിയ പ്രയാസത്തിലാവുന്നൊരു അവസ്ഥ കൂടിയാണ് ഈ ഒരു ഹജ്ജിൻ്റെ ഒരു സമയം. പക്ഷെ അതൊരു വലിയ അനുഭൂതിയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ആ വേദനകളൊക്കെ പിന്നെ അറിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുക. അപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക, ഹജ്ജിന് പോയ ആളുകൾ സുരക്ഷിതമായി സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ വീടുകളിൽ വരുന്നത് സംസം വെള്ളം അവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഹജ്ജിന് പോയിട്ട് നമുക്ക് ലഗേജിൽ കൂടുതൽ കൊണ്ടുവരാൻ നമുക്കൊരു പരിധിയുണ്ട് സംസം വെള്ളം കൊണ്ടുവരാൻ. അവിടെ നിന്നുള്ള അച്ചുവ, ഈന്തപ്പഴം, അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പരസ്പരം ഉൾക്കൊള്ളിക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് മുറ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഞാൻ കബം കിനാവിൽ കണ്ട് ഷജറത്ത് പൂത്ത സുഭർഗത്തിൻ വാതിൽ കണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം